അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇരട്ട മുഖമുള്ള ആളുകൾ. എന്താണ് ഈ ഇരട്ട മുഖം എന്ന് പറഞ്ഞാല്? ഒരേ ആൾക്ക് പല സമയത്ത് പല സ്വഭാവം ഉണ്ടാവുക. ഉദാഹരണത്തിന്, നമ്മുടെ മുമ്പില് നമ്മളോട് നല്ലപോലെ സംസാരിച്ചിട്ട് നല്ല സ്നേഹത്തോടെ സംസാരിച്ച് പെരുമാറിയിട്ട് നമ്മളെ അഭാവത്തിൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ച് കുറ്റം പറയുക, നമ്മളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് ഫിത്നയും ഫസാദും ഉണ്ടാക്കുക. അതാണ് ഇരട്ട മുഖമുള്ള ആളുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറായ ആളുകളാണ് ഇങ്ങനെ ഇരട്ടമുഖമുള്ള ആളുകൾ എന്ന് പറഞ്ഞ് അവർക്കുള്ള ശിക്ഷ വേറെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള ഇരട്ട മുഖമുള്ള ആളുകൾ കുടുംബങ്ങളിലാണോ കൂടുതൽ ഉള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അപ്പൊ മറ്റു സ്ഥലങ്ങളിൽ ഇല്ല എന്നല്ല, സുഹൃത്തുക്കളിൽ ഉണ്ടാവാം, ജോലി സ്ഥലത്തുണ്ടാവാം, നാട്ടുകാരിൽ ഉണ്ടാവാം. എന്നാലും കൂടുതലും കുടുംബങ്ങളിലാണോ ഉണ്ടാവുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. കാരണം കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ അതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഇരട്ട മുഖമുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയും. അത് മാതാപിതാക്കളെയും മക്കളെയും ചിലപ്പോൾ തമ്മിൽ തെറ്റിക്കാനായിരിക്കും, അല്ലെങ്കിൽ മക്കളെയും മരുമക്കളെയും തമ്മിൽ തെറ്റിക്കാനായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം സഹോദര സഹോദരിമാരെ തമ്മിൽ തെറ്റിക്കാനായിരിക്കും, കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിരിക്കും, സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കാനായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലക്ക്. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു സുഖമാണ്, അത് അഭിമാനമായി കൊണ്ടു നടക്കുകയാണ്. കാരണം ഇവിടുന്ന് കേട്ടത് അവിടെ പറഞ്ഞു, അവിടുന്ന് കേട്ടത് ഇവിടെ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല ഈ ഇരട്ടമുഖത്തിന് കൊടുക്കുന്ന ശിക്ഷ മാത്രമല്ല, കുറച്ച് അഡീഷണൽ ശിക്ഷയും കൂടെ വരുന്നുണ്ട്. നമ്മൾ നെറ്റ് റീചാർജ് ആക്കുമ്പോ അതിന്റെ കൂടെ കോൾ ഫ്രീ വരുന്നില്ലേ എന്ന പോലെ. കാരണം ഈ ഇരട്ടമുഖം ഉണ്ടാവണമെങ്കിൽ ഫിത്ന ഉണ്ടാവും, ഗീബത്ത് ഉണ്ടാവും, നമീമത്ത് ഉണ്ടാവും, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അല്ലാതെ ഇരട്ടമുഖം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. കാരണം ഉദാഹരണത്തിന് എന്നെ കുറിച്ച് പിന്നെ ഒരാളോട് പറയുമ്പോ ഒന്നിരിക്കലും എന്നിൽ ഉണ്ടതായിരിക്കാം, അങ്ങനെ ആകുമ്പോൾ അത് ഗീബത്തായി. ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം, അപ്പൊ അത് കളവും ഗീബത്തുമായി. ഇങ്ങനെ ഗീബത്തും നമീമത്തും ഫിത്നയൊന്നും ഇല്ലാണ്ട് രണ്ട് മുഖം കാണിക്കാൻ കഴിയില്ല. അപ്പോ ഗീബത്തിനുള്ള ശിക്ഷ കിട്ടും, നമീമത്തിനുള്ളത് കിട്ടും, അതുപോലെ തന്നെ ഫിത്നക്കുള്ളത് കിട്ടും. ഗീബത്തിനൊക്കെ ഉള്ള ശിക്ഷ എന്താന്നാ വിചാരിച്ചേ? അൽ ഗീബത്തു അശദ്ദു മിന സിന എന്നാ പറഞ്ഞേ. ഗീബത്ത് എന്ന് പറഞ്ഞാല് വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റമാണെന്നാ പറഞ്ഞേ. വ്യഭിചാരികളായ ആളുകൾ മഹ്ശറയിലേക്ക് വരുന്നത് തന്നെ അവരുടെ ഗുഹ്യഭാഗങ്ങളൊക്കെ ചലവും ചീഞ്ചലവും ഒലിച്ചിറങ്ങുന്ന രൂപത്തിൽ വൃത്തികെട്ട രൂപത്തിലായിരിക്കും അവർ വരുന്നത് തന്നെ. അവർക്കുള്ള ശിക്ഷ വേറെയുണ്ട്. അതുപോലെ ഫിത്നയെ കുറിച്ച് പറഞ്ഞത് അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ എന്ന, ഒരാളെ കൊല്ലുന്നതിനേക്കാളും വലിയ കുറ്റകൃത്യമാണ് ഫിത്ന പറയുക എന്നുള്ളത്. ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെയൊക്കെ ശിക്ഷ അല്ലാഹു തആല എന്താണ് നമുക്ക് വിധിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ, സുഹൃത്തുക്കളിൽ, നാട്ടുകാരിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇതുപോലെ രണ്ട് മുഖമുള്ള ആളുകളുണ്ടെങ്കിൽ, രണ്ട് സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ശിക്ഷ ഇന്നതാണ് എന്ന്. ആ ശിക്ഷ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവര് മഹ്ശറയിലേക്ക് വരുന്നത് തന്നെ തീയിനാലുള്ള രണ്ട് നാവ് കടിപ്പിച്ച രൂപത്തിലായിരിക്കും. ലിസാനൈനി മിനൻ നാർ എന്ന് പറഞ്ഞ് തീയിനാലുള്ള രണ്ട് നാവുകൾ കടിപ്പിച്ച രൂപത്തിലായിരിക്കും അവര് മഹ്ശറയിലേക്ക് വരുന്നത് തന്നെ. ബാക്കി അഡീഷണൽ ആയിട്ടുള്ള പല കുറ്റകൃത്യങ്ങൾക്കുമുള്ള ശിക്ഷകൾ വേറെയും. അപ്പോ നല്ല ആളായിരിക്കും, ചിലപ്പോ 5 വക്തിനും പള്ളിയിൽ പോകുന്ന ആളായിരിക്കും, നോമ്പ് നോക്കും, സക്കാത്ത് കൊടുക്കും, ഹദിയ ചെയ്യും, ഇങ്ങനെ പല സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവും. ഹജ്ജ് ചെയ്ത ഹാജിയാരായിരിക്കും, സ്വതക്കകളും ദാനധർമ്മങ്ങളും എത്രയും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് രണ്ട് മുഖമായിരിക്കും. ഈ നന്മകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മനിൽ മുഫ്ലിസ് യാ സ്വഹാബ, സ്വഹാബത്തെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാ? അതായത് പാപ്പറായ ആള് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ സാധാരണ പറയല്ലോ, അയാൾ നല്ല ഉഷാറായിരുന്നു പക്ഷെ ഇപ്പൊ മൊത്തം പാപ്പറായി പോയിന്ന്. അങ്ങനെ പാപ്പർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, അത് മുതലില്ലാത്ത ആളുകള്, വെള്ളിയോ സ്വർണമോ അന്നൊക്കെ അതായിരുന്നല്ലോ കറൻസികള്, അതൊന്നും ഇല്ലാത്ത ആളുകളാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാല്, പാപ്പർ എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, അവരല്ല പാപ്പർ എന്ന് പറഞ്ഞാല്. പാപ്പർ എന്ന് പറഞ്ഞാല് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരും. അയാൾ സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുമ്പോ പുറകുന്ന് ചില ആളുകൾ വിളിക്കുന്നുണ്ടാവും, പടച്ചോനെ
അയാളെ സ്വർഗത്തിൽ കടത്തരുത്. അയാൾ എന്നെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇരട്ട മുഖത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നന്മകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ നിന്ന ആൾ അവിടെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും വിചാരണ ചെയ്യുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ളതൊക്കെ അവിടുന്ന് കൊടുത്തു. അപ്പോഴത്തേനും ആളുകൾ പിന്നെയും വരികയാണ്, എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഇങ്ങനെ പലതും പറഞ്ഞിട്ട് ആളുകൾ പുറകുന്ന് ക്യൂ ആയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അവർക്കുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ നന്മയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ തുടങ്ങി. കൊടുത്ത് അദ്ദേഹത്തിന്റെ നന്മ മുഴുവനും തീർന്നുപോയി. പക്ഷേ കംപ്ലൈന്റുമായി വന്ന ആളുകൾ പുറകിൽ പിന്നെയും ബാക്കിയാണ്. അപ്പോ മലക്കുകൾ പറയും, പടച്ചോനെ, ഇദ്ദേഹത്തിന്റെ നന്മകളൊക്കെ തീർന്നു പോയല്ലോ, ഇനി ഇദ്ദേഹത്തിൽ നിന്ന് നന്മ എടുക്കാനില്ല, പക്ഷെ ഇവിടെ പല ആളുകൾക്കും പലതും കൊടുക്കാനുണ്ട്. അപ്പൊ പടച്ചോൻ പറയും, ഈ കിട്ടാനുള്ള ആളുകൾ ചെയ്ത തിന്മകൾ അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇവിടെ നിന്നും തിന്മകൾ അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം നല്ല നിലയിലായിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കുക, ആജിയാരായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കംപ്ലൈന്റുമായി വന്ന ആളുകൾക്ക് കൊടുക്കാനില്ലാതിരിക്കുമ്പോ ചിലപ്പോൾ വ്യഭിചരിച്ച ആളുകളൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ആ കുറ്റമായിരിക്കും അദ്ദേഹത്തിന്റെ മുകളിൽ ഇട്ടു കൊടുക്കുന്നത്. കള്ളുകൂടിയായിരിക്കും അവരിലേക്ക് ഇട്ടു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഭാണ്ഡങ്ങൾ, തെറ്റുകളുടെ ഭാണ്ഡങ്ങളുമായി അദ്ദേഹത്തിന്റെ നരകത്തിലേക്ക് ഇടും. അദ്ദേഹമാണ് പാപ്പരായ ആള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് നന്മകൾ ചെയ്തിട്ട്, നിസ്കാരവും നോമ്പും സ്വലാത്തും ദിക്റും ഒന്നും വേണ്ട, ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ രണ്ട് മുഖത്തോടു കൂടി ജീവിച്ചാൽ നാളെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിക്കണ്ട. എന്നാൽ ചില ആളുകൾ, ഇതുപോലെയുള്ള ആളുകൾക്ക് തലവെച്ചു കൊടുക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന്, ഒരാള് ഞാനും അദ്ദേഹവുമായിട്ട് ഒരു നല്ല നിലയിലല്ല, ചെറിയ ദേശത്തിലും ചൊടിയിലൊക്കെ ആണെന്ന് വിചാരിച്ചോ, പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ട്, പക്ഷെ ഡയറക്റ്റ് പോയിട്ട് ചോദിക്കാനുള്ള ആ ഒരു നിലയിലല്ല. എന്നാൽ ഞാൻ വേറെ ഒരാളെ കണ്ടിട്ട് അയാളോട് പറയാണ്, നീ ഒന്ന് പോയിട്ട് അവനോട് കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം, എന്നിട്ട് എന്നോട് പറയണം എന്ന് പറയുമ്പോ ആ ആള് റെഡിയാണ്. എന്നിട്ട് അവിടെ പോവുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഫോൺ വിളിച്ച് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ, എന്നിട്ട് ഇവിടത്തേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടു മുഖാണ്, എന്നോട് നല്ല രൂപത്തിൽ സംസാരിച്ചു, എന്നിട്ട് അതേ സ്പോട്ടിൽ മറ്റേ ആളെ വിളിച്ചു പറയാണ്, അവന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് രണ്ടു മുഖം. അതുപോലെ ചില ആളുകള് ആവശ്യത്തിന് വേണ്ടി ചില ആളുകളോട് കൂട്ടുകൂടും. ആ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവർ വെറും കറിവേപ്പിലയാണ്, അവർ വലിച്ചെറിയുകയാണ്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ഏതെങ്കിലും സ്വഭാവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും പിന്മാറുക, നല്ല സ്വഭാവമുള്ളവരായി ജീവിക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മെ എല്ലാവരും അല്ലാഹു തആല നന്നാക്കി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ കൂട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണത്? അസൂയ. അസൂയയും ഇതേ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കുമ്പോ, ഭാര്യയും ഭർത്താവും നല്ല നിലയിൽ ജീവിക്കുമ്പോ, സഹോദര സഹോദരിമാർ നല്ല നിലയിൽ ജീവിക്കുമ്പോ, മാതാപിതാക്കളും മക്കളും നല്ല നിലയിലാവുമ്പോ, അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കുമ്പോ, അല്ലെങ്കിൽ നാട്ടുകാരിടയിൽ ഒരു വിലയുണ്ടാകുമ്പോ, ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് നല്ല നിലയിൽ പോകുമ്പോ അതിനെ ഒന്ന് ഇല്ലാതാക്കണം, അതിന്റെ ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ, അതും ഈ രണ്ട് മുഖത്തിൽ വരുന്നതാണ്. ഉദാഹരണത്തിന്, സഹോദരി വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഇല്ലാത്ത കാര്യം വന്നിട്ട് സഹോദരന്റെ വീട്ടിൽ പറയും, സഹോദരന്റെ അടുത്ത് നിന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പോയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കും. അപ്പോ അവർക്ക് തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ ചെറിയ പ്രശ്നത്തിനെ ഊതി വലുതാക്കി അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയി. അതുപോലെയാണ് അമ്മായിയമ്മയുടെയും മരുമക്കളുടെയും ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അധികവും കാരണം ഭർത്താക്കന്മാരുടെ പെങ്ങന്മാരായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അധിക സ്ഥലത്തും നമ്മൾ നോക്കുമ്പോൾ രണ്ട് മുഖമുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് പറഞ്ഞ് സോൾവ് ആക്കുന്നതിന് പകരം ഇവിടെ ഒരു കാര്യം പറഞ്ഞ് അവിടെ പിന്നെ ഒരു കാര്യം പറഞ്ഞ് വലിയ പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകുന്ന ചില ആളുകൾ, അവർക്കത് സന്തോഷമാണ്. ദുനിയാവല്ലേ, അദ്ദുനിയാ ലഅബുൻ വലഹബ്. ദുനിയാവ് എന്ന് പറയുന്നത് കളിയും ചിരിയും തമാശകളാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടുത്തെത്തുമ്പോ അവിടുത്തെ കോടതിയിൽ വെച്ച് ഒരു കാല് വെച്ച സ്ഥലത്ത് നിന്നും കാല് മാറ്റാൻ കഴിയാതിരിക്കുമ്പോ اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون.
അവിടുന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വായക്ക് സീൽ വെച്ചുപോയി, നമ്മുടെ കൈകൾ സംസാരിച്ചു തുടങ്ങി, നമ്മുടെ കാലുകൾ സാക്ഷി പറയാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞ മുഴുവൻ ഗൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും ഒക്കെ നമ്മുടെ കൈകൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി, അതിനൊക്കെ കാലുകൾ സാക്ഷി പറയാൻ തുടങ്ങി. സംശയമുണ്ടോ? ഈ വായ കൊണ്ട് സംസാരിക്കാൻ കഴിവ് തന്ന റബ്ബിനിക്ക് കൈ കൊണ്ട് സംസാരിക്കാൻ പ്രശ്നമുണ്ടോ? കൈ കൊണ്ട് സംസാരിപ്പിക്കാൻ പ്രശ്നമുണ്ടോ? ഇല്ല. അവിടെ നിന്ന് എല്ലാം എണ്ണി എണ്ണി പറയുന്നത് കേട്ടിട്ട് അള്ളാഹുവിന്റെ ശിക്ഷക്ക് കാത്തു നിൽക്കുന്ന ആ ഒരു സന്ദർഭം വരണ്ടായെങ്കിൽ ഇവിടെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.